തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതായി വെളിപ്പെടുത്തൽ. അവിവാഹിതരായ മാതാപിതാക്കൾ ചേർന്ന് കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടു. മരിച്ച 2 കുട്ടികളുടെയും അസ്ഥിയെടുത്ത് സൂക്ഷിച്ചതായും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ യുവാവ്. പുതുക്കാട് വെള്ളിക്കുളങ്ങര സ്വദേശികളായ 26-കാരനും 21-കാരിയും കസ്റ്റഡിയിൽ. കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചുമൂടിയതാണോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉപകരണക്ഷാമം 1 മാസം മുമ്പ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വിഷയം അറിയിച്ചിരുന്നു. അപേക്ഷിച്ചും ഇരുന്നും മടുത്തെന്നും ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം. ഡോക്ടർ ഹാരിസിനെ തള്ളാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രതിസന്ധി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചതായും മന്ത്രി. ആരോഗ്യ വകുപ്പിന് ചികിത്സ വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഡോക്ടർ ഹാരിസിന്റേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലെന്നും വി ഡി സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. അണക്കെട്ടിന്റെ 13 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ട് തുറന്നത് ജലനിരപ്പ് 136.10 അടിയായതോടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ. പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. കൊലപാതകം മുഖ്യപ്രതിയുടെ പെൺസുഹൃത്തിന്റെ വീട്ടിൽ വെച്ചെന്ന് പ്രതികളുടെ കുറ്റസമ്മതം. കൊലപാതകത്തിൽ 2 പേർ അറസ്റ്റിൽ. കേസിൽ സ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ പേർ പ്രതികളെന്ന സൂചന. ഹേമചന്ദ്രന്റെ മൃതദേഹം DNA പരിശോധനാ ഫലം വന്നതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മലപ്പുറം കരുവാരക്കുണ്ടിൽ വാഹനാപകടത്തിൽ 2.5 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് കേരള ഗാന്ധി നഗർ സ്വദേശി മുജീബ് മുസ്ലിയാരുടെ മകൻ നഫ്ലാൻ. കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് ഗുരുതര പരിക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊച്ചിയിൽ DJ പാർട്ടിക്കിടെ സംഘർഷം. യുവതി യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചു. സംഭവം കൊച്ചി എടശ്ശേരി ബാറിൽ. ആക്രമണം മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ. സംഘർഷം സിനിമാ താരങ്ങൾ പങ്കെടുത്ത പാർട്ടിയിൽ. ഒരാൾ കസ്റ്റഡിയിൽ. സംസ്ഥാന DGP നിയമനത്തിൽ നിയമോപദേശം തേടി സർക്കാർ. ഇൻചാർജ് DGP നിയമനം ഉണ്ടാകില്ല. നിയമനം നിയമയുദ്ധത്തിന് വഴിവെക്കുമെന്ന വിലയിരുത്തൽ. നിലവിലെ പട്ടികയിൽ നിന്ന് മാത്രം നിയമനമെന്നും സൂചന. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥി ക്രൂരപീഡനത്തിന് ഇരയായതിൽ നിർണായക തെളിവുകൾ പോലീസിന്. 3 പ്രതികളുടെയും ഫോണിൽ നിന്ന് 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കണ്ടെത്തി. പീഡനം നടന്നത് 3 ഇടങ്ങളിലായെന്നും CCTV ദൃശ്യങ്ങളും. പെൺകുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. കേസിൽ കോളേജ് സുരക്ഷാ ജീവനക്കാരനും അറസ്റ്റിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം.